നിങ്ങളൊരു ആവറേജ് സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ 30 ദിവസത്തേക്ക് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ട്രൈ ചെയ്യുക. ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും, നിങ്ങൾക്ക് ക്ലാസ്സിൽ ടോപ്പർ ആവാനും കഴിയും. വീക്ക് 1 എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. എല്ലാ ദിവസവും കാലത്ത് 6 മണിക്ക് എഴുന്നേൽക്കുക. നിങ്ങളുടെ ടഫ് സബ്ജക്ട് അല്ലെങ്കിൽ ടോപ്പിക് എടുക്കുക, പഠിക്കുക. എണീച്ചയുടൻ ആദ്യത്തെ 1 മണിക്കൂർ ഫോൺ നോക്കരുത്. നിങ്ങളുടെ പഠിക്കേണ്ട സമയം സ്കൂൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം. സ്കൂൾ ഇല്ലാത്ത നേരങ്ങളിൽ 50 മിനിറ്റ് പഠിച്ച് ഇടയിൽ 10 മിനിറ്റിന്റെ ബ്രേക്ക് എടുത്ത് കണ്ടിന്യൂ ചെയ്ത് പഠിക്കുക. ഹോണസ്റ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫസ്റ്റ് വീക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. നേരത്തെ എഴുന്നേൽക്കുന്നതും ആദ്യത്തെ 1 മണിക്കൂർ ഫോൺ നോക്കാത്തതും ഒക്കെ. ഫോൺ യൂസ് ചെയ്യാൻ തോന്നും, വീണ്ടും ഉറങ്ങാൻ തോന്നും. പക്ഷേ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്ത് പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഈ ഒരു ഫസ്റ്റ് വീക്കിന്റെ അവസാനം ആവുമ്പോഴത്തേനും നിങ്ങൾക്ക് ഈ റുട്ടീൻ സെറ്റ് ആവുന്നത് പോലെയൊക്കെ തോന്നും. ഈ ഹാബിറ്റ്സ് ഹാർഡസ്റ്റ് ആയിട്ട് തോന്നുമെങ്കിലും സ്റ്റോപ്പ് ചെയ്യാതെ മുന്നോട്ട് പോയവർക്ക് മാത്രമേ ഈ ഒരു റുട്ടീൻ സെറ്റ് ആവത്തുള്ളൂ. രണ്ടാമത്തെ വീക്ക് മുതൽ നമുക്ക് 2 ടെക്നിക്സ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് പഠിക്കാം. ആക്റ്റീവ് റീകോൾ ആൻഡ് സ്പേസ്ഡ് റെപ്പറ്റീഷൻ. ഈ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുന്നതിന് പകരം ബുക്ക് അടിച്ചു വെച്ച് നിങ്ങളുടെ മെമ്മറിയിൽ നിന്നും എല്ലാം റീകോൾ ചെയ്യുക. ശേഷം ഏതൊക്കെ പോയിന്റ്സ് ആണ് മറന്നുപോയത്, മിസ് ചെയ്തത് എന്ന് നോക്കുക. ആദ്യത്തെ 2-3 വട്ടം ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ സാഡ് ആയേക്കാം. ലൈക്ക് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും കുറെ കാര്യങ്ങൾ എനിക്ക് ഓർമ്മിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്, ബുക്ക് നോക്കേണ്ടി വരുന്നല്ലോ എന്ന്. പക്ഷേ ഒരാഴ്ച ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. നിങ്ങളുടെ റിറ്റൻഷൻ ഇംപ്രൂവ് ആവും. ഇങ്ങനെ റീകോൾ ചെയ്ത കാര്യങ്ങളൊക്കെ ബ്രെയിനിൽ സ്മൂത്ത് ആയിട്ട് സ്റ്റിക്ക് ചെയ്ത പോലെ തോന്നും. ആൻഡ് ഈ ഒരു ടെക്നിക്കാണ് ആക്റ്റീവ് റീകോൾ. അടുത്തത് വീണ്ടും വീണ്ടും ചെയ്യാൻ നിങ്ങൾ മടിക്കുന്ന ഒരു കാര്യമായിരിക്കും സ്പേസ്ഡ് റെപ്പറ്റീഷൻ. ബിക്കോസ് ഇതിനൊരു പ്ലാനിങ് വേണം. ഏതൊക്കെ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞു, ഏതൊക്കെ ടോപ്പിക്ക് വീണ്ടും ഞാൻ റിവ്യൂ ചെയ്യണം എന്ന പ്ലാൻ. പക്ഷേ നിങ്ങൾക്ക് പഠിക്കാൻ വാശിയുണ്ടെങ്കിൽ പ്ലാൻ ചെയ്ത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക. അത് നിങ്ങൾ ഈസി ആയിട്ട് പഠിച്ചിരിക്കും. 3-ാമത്തെ വീക്ക് ആകുമ്പോഴത്തേനും നിങ്ങൾ ടയേർഡ് ആയിട്ടുണ്ടാവും. ഈ ഒരു റുട്ടീൻ പല ദിവസവും ഫോളോ ചെയ്യാതിരുന്നിട്ടുണ്ടാവും. മുമ്പ് പറഞ്ഞ സ്പേസ്ഡ് റെപ്പറ്റീഷൻ ടെക്നിക്ക് വിട്ടു പോയിട്ടുണ്ടാവും. ചില ദിവസം മിനിമം 1 മണിക്കൂർ പോലും പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ തളരരുത്, തോൽക്കരുത്. പെർഫെക്ഷനിൽ ഒരു കാര്യമില്ല, ബട്ട് കൺസിസ്റ്റൻസി ആണ് മെയിൻ. അപ്പൊ അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത മണിക്കൂർ തൊട്ട് വാശിയോടെ പഠിക്കാൻ തുടങ്ങുക. ഒരു ദിവസം പഠിക്കാൻ പറ്റിയില്ല എങ്കിലും വാശിയോടെ അടുത്ത ദിവസം നിങ്ങൾ പഠിച്ചുവെങ്കിൽ നിങ്ങൾ ഈ ചാലഞ്ചിൽ വിൻ ആയി എന്ന് തന്നെ ഞാൻ പറയും. സോ റീസ്റ്റാർട്ട്. 4-ാമത്തെ ആഴ്ച ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് ഒരു പ്രൗഡ് ഫീൽ ഒക്കെ തോന്നും. ലൈക്ക് ഫസ്റ്റ് വീക്കിൽ അനുഭവിച്ച ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ ഇല്ല. എല്ലാം നിന്റെ ഹാബിറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു. നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. പഠിക്കുന്ന കാര്യങ്ങൾ കുറെ കാലം ഓർമ്മിക്കാൻ പറ്റും. പഠിക്കാൻ വേണ്ടി കാലത്ത് നേരത്തെ എഴുന്നേൽക്കും. ശരിക്കും നിങ്ങൾ തന്നെ ഓർഗനൈസ്ഡ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ആൻഡ് ദ മോസ്റ്റ് സർപ്രൈസിങ് എന്നത് ഈ പഠിക്കുന്നത് അത്ര സ്ട്രെസ്ഫുൾ ഒന്നും അല്ല എന്നും നിങ്ങൾ മനസ്സിലാക്കും. ഇതാണ് കോമ്പൗണ്ട് ഇഫക്റ്റ്. കുഞ്ഞു ഹാബിറ്റ് കൺസിസ്റ്റന്റ്ലി ഡെയിലി ചെയ്യുക എന്നത്. ആൻഡ് ദാറ്റ്സ് ഓൾ. ഇനി വരുന്ന 30 ദിവസം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ ആഴ്ചയും പഠിക്കാൻ റെഡി ആണെങ്കിൽ ഐ എം റെഡി എന്ന് ഹോണസ്റ്റ് ആയിട്ട് കമന്റ് ഇടൂ. ഇതൊരു ചലഞ്ച് ആയിട്ട് കാണുക. 30-ാമത്തെ ദിവസം ജസ്റ്റ് അപ്ഡേറ്റ്. നിങ്ങൾ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വന്നോ? ഇഫ് യെസ്, ആ ഒരു ഇംപ്രൂവ്മെന്റ് എന്താണ് എന്നും കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമന്റും ഞാൻ വായിക്കുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനും കൂടെ അയച്ചു കൊടുക്കുക. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.